ആലപ്പുഴ കേസിൽ ഞാൻ അല്ല, ആ കേസിനെ കുറിച്ച് താങ്കൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ? അറിയാം. ഞാൻ അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കേസ് അന്വേഷിച്ച വക്കീൽ ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സാമ്പത്തിക ശേഷി ഇല്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാത്ത, ആഹാരത്തിന് വകയില്ലാത്ത ഒരു പാവം ഫാമിലിയിൽ കയറിയിട്ട് ഞാൻ നിന്റെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് കയറി അവിടെ താമസമാക്കിയിട്ട് ആ പെൺകുട്ടിയെ ആ കേസ് അങ്ങനെ തന്നെയാണ്. ആ കേസ് അങ്ങനെ തന്നെയാണ്. പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെയാണ് എന്താണ് നിങ്ങൾക്ക് അറിയാമോ ആ കേസ്? കേസ് അറിയാമോ? എനിക്ക് അറിയാം. അതായത് ഒരു കുട്ടി ഒരു സെക്യൂരിറ്റി, അതായത് സ്കൂളിലെ സെക്യൂരിറ്റി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ്. ആ കേസിൽ ആ സെക്യൂരിറ്റി അകത്തായി, പോക്സോ കേസ് വന്നപ്പോൾ അകത്തായി. അപ്പൊ അതിനുശേഷം ട്രയലൊക്കെ നടത്തിയതിനു ശേഷമാണ് പറയുന്നത് ഈ കുട്ടി ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അയാളുടെ അടുത്ത്, അതുകൊണ്ടാണ് ഈ കേസ് വന്നത്. ആ കുട്ടി തന്നെ സമ്മതിച്ചു, ആ ബോയ്ഫ്രണ്ട് വേണ്ടിയിട്ടാണ് സമ്മതിച്ചു. മേഡം പറയുന്നത് വേറെ. കുറെ ഓൺലൈൻ കാര്യങ്ങൾ മറന്നുപോയതായിരിക്കും. ഇതല്ല അനാവശ്യ കാര്യങ്ങൾ. താങ്കൾക്ക് പൂർണ്ണ ബോധ്യമില്ലെങ്കിൽ ബോധ്യമില്ലാതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെൺകുട്ടിയുടെ വീട്ടിൽ താമസമാക്കി അതിന്റെ അയാൾ ഈ സെക്യൂരിറ്റി. മേഡം ഇതൊന്നല്ല, ആ കേസ് വേറെ. മേഡം കുറെ കേസ് ഓൺലൈനിൽ എഴുതുന്നതുകൊണ്ട് തെറ്റിപ്പോയതായിരിക്കും. മേഡം കൃത്യമായിട്ട് പറയും. രണ്ട് കേസായിരിക്കും. ഇതല്ല പ്രശ്നം എന്ന് പറയൂ, നമ്മുടെ റിപ്പോർട്ടറെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ